ഒരുപാട് അനിയന്മാരുണ്ട് എനിക്ക് നാട്ടിൽ. കുറേ അനിയന്മാർ. വീടിൻ്റെ അപ്പുറത്തുള്ള ഞാനൊരു കോളനിയിലാണ് ജനിച്ചു വളർന്നത്. അപ്പോൾ എല്ലാവരും ഒരേ വീട് പോലെ തന്നെയാണ്. ഈ കോളനി കഴിഞ്ഞ് തൊട്ടപ്പുറത്ത് കാണുന്ന ഒരു വലിയ പറമ്പിനകത്ത് ആർക്കും എൻട്രി ഇല്ല. ആർക്കും എൻട്രി ഇല്ലാത്തൊരു സ്ഥലമാണ്. അതൊരു വലിയൊരു ഈ പറയുന്ന ഒരു മേലാളെന്ന് സ്വയം വിശേഷിച്ച് അഹങ്കരിച്ച് നടക്കുന്ന ഒരാളുടെ ഒരു പറമ്പാണ്. ഈ പയ്യൻ മാങ്ങ പൊട്ടിക്കാൻ കയറിയതാണ്. പിടിച്ച് ഇയാൾ അടിച്ചു കളഞ്ഞു. ചേട്ടാ, എന്നെ ഇയാൾ ഇങ്ങനെ വിളിച്ചിട്ടാണ് അടിക്കണത് എന്നാണ് പറഞ്ഞത്. എന്നെ എങ്ങനെ പറഞ്ഞടി? എൻ്റെ അപ്പൻ ഇതാണ്, നിങ്ങൾ ഇവിടെ താമസിക്കുന്ന ആൾക്കാരല്ലേ. ഞാൻ അനുഭവിച്ച കാര്യമല്ല അത്. അവൻ എൻ്റെ അടുത്ത് വന്നിട്ട് അവൻ 2 ദിവസം അത് പറഞ്ഞിരുന്നു. അവൻ ആ 2 ദിവസം ആ കൊച്ചു പയ്യൻ ആ ട്രോമയിൽ എൻ്റെ അടുത്ത് വന്നിരുന്ന കാര്യം പറഞ്ഞു. അയാൾ എന്തെങ്കിലും ചെയ്യണം ചേട്ടാ. അവൻ്റെ ഒരു ദേഷ്യമാണത്. ചേട്ടാ അയാൾ എന്തെങ്കിലും ചെയ്യണം ചേട്ടാ, അയാളുടെ പറമ്പിൽ തീയിടാൻ ചേട്ടാ, വാ ചേട്ടാ, അയാളെ തല്ലിയേട്ടാ. മീൻസ് ഇത്രയധികം ആൾക്കാർ ഒരാൾ പോലും ചോദിക്കാനൊന്നും പോയില്ല. അയാളെല്ലാവർക്കും പേടിയാണ്. കോളനിയിലുള്ള ആരും അങ്ങോട്ട് കടക്കാൻ പാടില്ല. അയാളുടെ പറമ്പാണല്ലോ, ഇവൻ്റെ ഭാഗത്താണ് തെറ്റ് എന്ന് പറഞ്ഞിട്ടാണ് ആരും അതിനെക്കുറിച്ച് ചോദിക്കാറുള്ളത്. ആ പയ്യൻ ഇപ്പോൾ ഡിഗ്രി ഒക്കെ പഠിച്ച് അവന് നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. ആ പയ്യൻ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുകയും ഭയങ്കര ധൈര്യമുള്ള ഒരു പയ്യനാണ് അവനിപ്പോൾ. അവനത് എൻ്റെ അടുത്ത് 2 ദിവസത്തോളം അത് പറഞ്ഞ് കരഞ്ഞു അവൻ എൻ്റെ അടുത്ത്. ചേട്ടാ ഞാൻ മാങ്ങ പൊട്ടിക്കാൻ പോയതാണ് ചേട്ടാ, അയാൾ എന്നെ അടിച്ച് കാല് കൂട്ടി ചേട്ടാ, അയാൾ എന്നെ ഇന്നത് പറഞ്ഞിട്ടാണ് ചേട്ടാ അടിച്ചത്, നീ ഇവിടെ നിന്ന് വരുന്നവനാണെന്ന് പറഞ്ഞിട്ട്. ഇതൊരാളുടെ അനുഭവമാണ്. നമ്മളറിയാതെ അവർക്ക് ഇതൊക്കെ പറയാൻ എവിടെയാണ് സ്പേസ് കിട്ടുന്നത്? ഇവിടെ ഇങ്ങനൊരു സ്ഥലം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് സംസാരിക്കാൻ ഒരു സ്പേസ് കിട്ടുന്നില്ല.